അമിത വേഗത്തിലെത്തിയ കാറിൽ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച ബൈക്ക് നിയന്ത്രണം വിട്ട് അപകടമുണ്ടായി. പത്തനംതിട്ട കടമ്പനിട്ട റോഡിൽ കുന്നമൂട്ടിലായിരുന്നു അപകടം. ഇരുചക്ര വാഹന യാത്രികൻ പന്തളം സ്വദേശി ജയകൃഷ്ണനാണ് പരിക്കേറ്റത്. ആദ്യം ആ ദൃശ്യങ്ങളിലേക്ക്. കാറുകാരനാണ് പണി പറ്റിച്ചത്. നീലക്കാറുകാരൻ വളവിൽ ഓവർടേക്ക് ചെയ്ത് കയറിയതുകൊണ്ട് ആ വാഹനത്തിൽ ഇടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ആ ബൈക്കുകാരൻ വെട്ടിച്ചത്. പക്ഷേ അദ്ദേഹത്തിന് നിയന്ത്രണം വിട്ടു, നേരെ വന്ന് ഈ കുഴിയിലേക്ക് വീഴുകയാണ്. അതൊരു വീടിന്റെ മറ്റുമാണെന്ന് തോന്നുന്നു. ഞെട്ടിപ്പിക്കുന്ന ഒരു ദൃശ്യമാണ്. കൈവരിയും അവിടെ ക്ലോസ് ആയിട്ടില്ലാത്തൊരു ഭാഗമാണ്. അവിടെ നിന്നാണ് ആ ഒരു ബൈക്കുകാരൻ താഴേക്ക് പതിക്കുന്നത്. വളവിൽ ഓവർടേക്ക് ചെയ്യരുത് എന്ന നിയമമൊക്കെ നമ്മുടെ നാട്ടിൽ നിലവിലുണ്ട്. പക്ഷെ അത് മറികടന്നാണ് കാറുകാരൻ ഓടിച്ചത്. അതുകൊണ്ട് ആ കാറുകാരൻ നിർത്താതെ പോവുകയും ചെയ്തു. അറിഞ്ഞിട്ട് പോലുമില്ല. ഇങ്ങനെ ഒരു അപകടം നടന്ന കാര്യം കാറുകാരനും അറിഞ്ഞിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. CK അഭിലാൽ വിവരങ്ങളുമായിട്ട്. അഭിലാൽ, അദ്ദേഹത്തിന് എങ്ങനെയാണ്, ഗുരുതരമായ പരിക്കുണ്ടോ? ഈ കാറുകാരനെ പിന്നെ കിട്ടിയോ? ദൃശ്യങ്ങളിൽ കാറ് നിർത്താതെ പോകുന്നതാണ്. പത്തനംതിട്ടയിൽ നിന്നും കടമ്പനിട്ട ഭാഗത്തേക്കുള്ള വഴിയിലായിരുന്നു ഇരുചക്ര വാഹന യാത്രക്കാർ. CCTV ദൃശ്യങ്ങൾ പ്രകാരം രാവിലെ 10 മണിക്കാണ് ഈ അപകടമുണ്ടാകുന്നത്. ഇരുചക്ര വാഹന യാത്രക്കാർ കടമ്പനിട്ടയിലേക്ക് പോകുമ്പോൾ എതിർദിശയിൽ ഒരു ഓട്ടോറിക്ഷ വരുന്നുണ്ട്. ഒപ്പം തന്നെ വളവ് എത്തുന്ന സമയത്ത് ഓട്ടോറിക്ഷയെ മറികടക്കാൻ നീല നിറത്തിലുള്ള ഒരു കാർ അമിത വേഗതയിൽ ശ്രമിക്കുകയാണ് ഉണ്ടാകുന്നത്. കാറിൽ ഇരുചക്ര വാഹനം ഇടിക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പായ ഘട്ടത്തിലാണ് ഇരുചക്ര വാഹന യാത്രക്കാരൻ തൻ്റെ വാഹനം ഇടത്തേക്ക് നീക്കുകയും നിയന്ത്രണം വിട്ടൊരു വീടിൻ്റെ സിറ്റ് ഔട്ട് കടന്ന കുഴിയിലേക്ക് വീഴുകയും ചെയ്തിട്ടുള്ളത്. ഇരുചക്ര വാഹനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. അതിൽ വാഹനം ഓടിച്ച ആൾ പന്തളം സ്വദേശി ജയകൃഷ്ണനാണ്. ഒപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിൻ്റെ സുഹൃത്താണ്. ഇരുവരും കൊന്നമൂട്ടിലെ സ്വകാര്യ സ്ഥാപനത്തിലേക്ക് ജോലിക്കുള്ള വഴിയായിരുന്നു. 2 പേരുടെയും പരിക്ക് അത്ര സാരമുള്ളതല്ല. സമാനമായ ഒരു അപകടം കഴിഞ്ഞ മാസം 21-ാം തീയതി രാത്രിയിൽ ഇവിടെ ഉണ്ടായിരുന്നു. ഈ അപകടത്തിൽ കാർ ഇരുചക്ര വാഹന യാത്രക്കാരനായിരുന്ന സ്വകാര്യ ബസ്സിലെ ഡ്രൈവർക്ക് മരണം സംഭവിച്ചിരുന്നു. അഭിലാൽ, ആ റോഡിനോട് അത്ര ചേർന്നാണ് ആ ഒരു ചെറിയ വേലി പോലെ ഉള്ളൂ. സത്യത്തിൽ അവിടെ കുറച്ചും കൂടി വീതി, ഇപ്പോൾ വീട്ടുകാരുടെ സ്ഥലം എടുക്കാൻ പറ്റില്ലായിരിക്കും, പക്ഷേ കുറച്ചും കൂടി ഉറപ്പുള്ള ഒരു സൈഡ് മതിലൊക്കെ കെട്ടിയിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങൾ കുറയ്ക്കാവുന്ന ഒരു സ്ഥിതി ഉണ്ടല്ലേ? അങ്ങനെയും കണ്ടിട്ട് തോന്നുന്നു. 2 വർഷത്തിനിടെ നവീകരിച്ച പാതയാണ്. ഈ ഭാഗത്തെ വളവ് നിവർത്തണം എന്നുള്ള ഒരു ആവശ്യം ആ ഘട്ടത്തിൽ തന്നെ പ്രദേശവാസികൾ പൊതുമരാമത്ത് വകുപ്പിൻ്റെ അടുത്ത് നിർദ്ദേശമായി വെച്ചിരുന്നെങ്കിലും പരിഗണിക്കപ്പെട്ടില്ല എന്നുള്ളതാണ്. അല്പം വീതി കൂട്ടി റോഡ് നവീകരിച്ച ഘട്ടത്തിൽ പോലും അത്തരത്തിലുള്ളൊരു ആവശ്യം പരിഗണിക്കാതെ പോയത് ആ മേഖലയിൽ സ്ഥിരമായ ഒരു അപകടം ഉണ്ടാകുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിച്ചു എന്നുള്ളതാണ്. ദിവിഷ് മുൻപ് ചോദിച്ച ഒരു പ്രധാനപ്പെട്ട വിഷയം, ഈ അപകടത്തെ തുടർന്ന് വാഹനം നിർത്താതെ പോയി എന്നുള്ളത് CCTV ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. അതേസമയം തന്നെ ഇരുചക്ര വാഹനം എതിർദിശയിൽ വന്നപ്പോൾ കാറുകാരനോ അതല്ലെങ്കിൽ ഓട്ടോറിക്ഷ ഓടിച്ച ആളോ ഇത്തരത്തിലൊരു അപകടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് ആ ഘട്ടത്തിൽ ശ്രദ്ധയിൽ അവരുടെ വന്നിട്ടില്ല എന്ന് തന്നെയാണ്. എന്തായാലും വാഹനം തിരിച്ചറിയാൻ സാധിച്ചിട്ടില്ല. പരാതിയുമായി പോലീസിനെ സമീപിക്കുമെന്നുള്ളതാണ് ജയകൃഷ്ണന്റെ ബന്ധുക്കൾ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും ഒരു വളരെ അപകടകരമായൊരു വളവാണ്. വളവിനോട് തൊട്ട് ചേർന്നാണ് അങ്ങനെ ഇത്തിരി താഴ്ന്ന പ്രദേശത്തുള്ള വീടും. അവിടെ കുറച്ചുകൂടി ഒന്നുമില്ല മറ്റു ഭാഗത്തേക്ക് വീതി കൂട്ടിയ ആ റോഡ് കുറച്ച് വീതി കൂട്ടിയിരുന്നെങ്കിൽ ഇത്തരം അപകടങ്ങൾ ഒഴിവാക്കാവുന്നതാണ്. ഇത് അപകടങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ്. അവസാനം ചെന്ന 2 ബൈക്കുകാർ മാത്രമാണ് ഈ അപകടത്തെ കുറിച്ച് അറിഞ്ഞിട്ടുള്ളൂ. അപ്പൊ കാറുകാരൻ അറിഞ്ഞിട്ടുണ്ടാവില്ല. കാറുകാരൻ ഇദ്ദേഹത്തെ ഇടിക്കാതിരിക്കാൻ രക്ഷപ്പെടുത്തിയതാണ്. സൈഡ് വിൻഡോയിൽ കാണുന്ന സ്ഥലത്തേക്കാണ്, ആ താഴ്ന്ന സ്ഥലത്തേക്കാണ് ആ ബൈക്ക് വീണത്. ആ വീടിന്റെ സിറ്റ് ഔട്ടിലേക്കാണ് ചെന്ന് വീണിരിക്കുന്നത്. വലിയൊരു അപകടമാകേണ്ടതായിരുന്നു. ആ വീടിന്റെ ആ മുൻവശത്ത് ആരും ഉണ്ടായിരുന്നതും ഇല്ലാതിരുന്നതും ഭാഗ്യമായി. അതോടൊപ്പം തന്നെ ഈ ബൈക്കിൽ യാത്ര ചെയ്തിരുന്നവരുടെ ആരോഗ്യസ്ഥിതി വലിയ പ്രശ്നമില്ല, സാരമായ പരിക്കേറ്റിട്ടില്ല എന്ന് പറയുന്നു. അതും ആശ്വാസകരമായ കാര്യമാണ്. പക്ഷേ ദൃശ്യങ്ങളിൽ നിന്ന് നമുക്ക് വ്യക്തമാണ് ആ ഒരു സ്ഥലം, ഈ അപകടം നടന്ന സ്ഥലം അത് എത്രത്തോളം അപകടകരമായ ഒരു മേഖലയാണ്. ഇനിയും അപകടങ്ങൾ ആവർത്തിക്കാൻ സാധ്യതയുള്ള ഒരു പ്രദേശമായി